എനിക്ക് എന്താ എനിക്കറിയില്ല. കയ്യൂട്ടോ അല്ല ഇനിയും കിട്ടു കയ്യൂടി മനസ്സിലായില്ല. അന്ന് എനിക്ക് 18 വയസ്സായപ്പോ എന്താ പറഞ്ഞേ അതിന്റെ അടി. കൂട്ടുകാരെ, നിങ്ങളൊരു വീഡിയോയുടെ ചെറുഭാഗം ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറയണേ ഞാൻ കരഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ദിവസം മുമ്പേ നമ്മുടെ കൽപ്പറ്റയിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണിത്. വയനാട് കൽപ്പറ്റയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി അതിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ആ കുട്ടി സത്യം പറയുകയാണെങ്കിൽ ഷൂ വിട്ട് ചവിട്ടുന്ന ആ കുട്ടി അവൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ തല്ലി ഒടിച്ചിടണം. അവനൊരു കുടപ്പിറപ്പുണ്ടെങ്കിൽ അവനിങ്ങനെ ചെയ്യുമായിരുന്നു. എന്നിട്ട് കാലിൽ മാപ്പ് പറയാൻ വേണ്ടി കാല് പിടിക്കാൻ പറയുക. അവരുടെ കാല് പിടിക്കുക, അവൻ്റെ കാല് പിടിക്കുക, ഇവൻ്റെ കാല് പിടിക്കുക, എന്നിട്ട് വടി കൊണ്ട് പിന്നെ തല്ലുക, അതുപോലെ ഷൂ ഇട്ട് ചവിട്ടുക, മോന്തയ്ക്കടിക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. ഇതൊന്നും ആളുകൾ കാണുന്നില്ലേ? ശരിക്കും അവനുണ്ടല്ലോ, അവനെയും അതുപോലെ ഇട്ട് തല്ലിയാണ് വേണ്ടത്. നിയമത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നുപോയി. നമുക്കും മക്കളുള്ളതല്ലേ. ആ കുട്ടിയെ വിളിച്ചു വരുത്തി ആ കാടിനുള്ളിൽ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതും. ദൈവമേ, എന്തിനാണ് ഇങ്ങനെ? നീ എന്ത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, എന്നെ പുണ്ടേ എന്ന് വിളിച്ചില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്ന തെറികളോ, ആ അടിക്കുന്ന ആ മോനല്ല, ആ നാറിച്ചക്കൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ, എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ക്രിമിനൽ മൈൻഡുള്ള മക്കളാണ് ശരിക്കും. ഇവരെയൊക്കെ ശരിക്കുണ്ടല്ലോ ജയിലിൽ കൊണ്ട് അടയ്ക്കണം. എന്നിട്ട് ഇവർക്കും അതേമാതിരി ശിക്ഷ കിട്ടണം. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കണം, അതുപോലെ നാട്ടുകാരും പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ആ മക്കൾ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഈ മക്കൾക്ക് ഒരു ഹരം കൊണ്ട രീതിക്കാണ് ആ ചെക്കൻ ഓടി വന്ന് ചവിട്ടുന്നത്. എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ ആ കുഞ്ഞു മോനിട്ട് ചവിട്ടുന്നത്? പാവം, എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. എന്നിട്ടും അവർ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കുകയാണ് ആ കുഞ്ഞുമോൻ ചെയ്യുന്നത്. ഇതൊക്കെ നിയമപാലകർ ശരിക്കും കാണണം. പിന്നെ ഇതൊക്കെ പൈസ ഉള്ള മക്കളായിരിക്കും. കാരണം ഇതൊക്കെ ഒതുക്കാനുള്ള ഇതും അവർക്കറിയാം. രാഷ്ട്രീയം എല്ലാം കൈമുതലാക്കി വെച്ചവരായിരിക്കുമല്ലോ. എല്ലാവരും ഇതൊക്കെ ഒതുക്കി തീർക്കും, ശരിയല്ലേ? പക്ഷെ വിട്ടുകൊടുക്കരുത്, നിയമത്തിന് ശരിക്കും വിട്ടുകൊടുക്കരുത്. ആ മക്കളെ അതുപോലെ ഇട്ടിട്ട് തല്ലി ചതയ്ക്കണം. സത്യം പറയണേ, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോവുകയാണ് ചെയ്തത്. ഒരമ്മ മനസ്സ്, ആ കുട്ടിയുടെ അമ്മയും അച്ഛനും സഹോദരന്മാരും ഒക്കെ എത്രമാത്രം വേദനിക്കുന്നുണ്ടോ. അവർ വിചാരിച്ച് ഈ വീഡിയോ എടുത്ത് ഇത് വൈറലാവില്ല എന്ന് വിചാരിച്ചു. ലോകമെമ്പാടുള്ള ജനങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് കോരിത്തരിച്ചു പോയി. കാരണം അത്രയ്ക്കും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കായാലും ഇപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കും അത് വിഷമം തോന്നാറില്ലേ? ഞാൻ ആ വീഡിയോ കണ്ടിട്ട് സത്യം പറയാൻ കരഞ്ഞുപോയി. അപ്പോൾ ഓക്കെ, ബൈ.